വർക്കലയിൽ വിവാഹ തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിൽ. വർക്കല താന്നിമൂട് ഗുരുമന്ദിരം സ്വദേശി നിതീഷ് ബാബുവാണ് പിടിയിലായത്. 5 യുവതികളെയാണ് ഇയാൾ 10 വർഷത്തിനിടെ വിവാഹം കഴിച്ചത്. വിവാഹങ്ങളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. നിരവധി യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങളും പ്രതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്തിലേക്ക് വരാം. എന്തുതന്നെയായാലും ഗുരുതരമായൊരു കുറ്റം നടന്നിരിക്കുകയാണ്. വിവാഹ തട്ടിപ്പ് വീരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വർക്കല സ്വദേശിയാണ് ഇയാൾ. 10 വർഷത്തിനിടെ 5ഓളം യുവതികളെയാണ് ഇയാൾ വിവാഹം കഴിച്ചത്. ഒപ്പം ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. അതീവ ഗുരുതരമായൊരു കുറ്റകൃത്യം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതി പിടിയിലാകുന്നത്. വിവാഹ തട്ടിപ്പ് വീരൻ പിടിയിലാകുന്നത്. വർക്കലയിൽ നിന്നാണ് പ്രതി പിടിയിലാവുന്നത്. വർക്കലയിൽ താന്നിമൂട് ഗുരുമന്ദിരം സ്വദേശി നിതീഷ് ബാബുവാണ് പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത, എപ്പോഴാണ് പ്രതിയെ പിടികൂടുന്നത്? സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിൽ അറസ്റ്റ് ഉണ്ടാകുന്നതും എന്നുള്ളതാണ്. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആൾ വർക്കല താന്നിമൂട് ഗുരുമന്ദിരത്തിന് സമീപമുള്ള ലക്ഷം വിട്ട് 31 വയസ്സുള്ള നിതീഷ് ബാബു എന്നയാളാണ് അറസ്റ്റിലായിരിക്കുന്നത്. 5 യുവതികളെയാണ് ഇയാൾ വിവാഹം കഴിച്ചത് വഞ്ചിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. വർക്കല ചെറുന്നൂർ സ്വദേശിനിയായ യുവതിയെ ഇയാൾ 2014 ആദ്യം ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടുന്നു. പിന്നീട് വർക്കലയിൽ തന്നെയുള്ള മറ്റൊരു യുവതി, ഇവരെല്ലാവരും ഏകദേശം വർക്കല യുവതി പ്രദേശത്തുള്ള ആറ്റിങ്ങൽ വർക്കല മേഖലയിലുള്ള യുവതികളാണ്. അങ്ങനെ ഇവരെ എല്ലാം ക്ഷേത്രങ്ങളിലൊക്കെ വെച്ച് താലി കെട്ടുന്നു. നിയമപരമായ വിവാഹമൊന്നും രേഖപ്പെടുത്തുന്നില്ല. അതേസമയം ഇങ്ങനെ ഓരോരുത്തരുടെയും ഈ പറയുന്ന രീതിയിൽ ഭർത്താവായി അയാൾ കഴിയുന്നുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ കുടുംബങ്ങളിലൊക്കെ ഇയാൾ എത്തുന്നതുമുണ്ട്. അങ്ങനെ ഒരേ സമയം 4 യുവതികളുടെ ഭർത്താവായി നടിക്കവേ 5ാമതൊരു യുവതിയോടുള്ള ബന്ധം തുടങ്ങിയ സമയത്ത് അവരെ അത് നഗരൂർ സ്വദേശിനിയായ 4ാം ഭാര്യ അറിഞ്ഞത് മുതലാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമാകുന്നതും സംഭവം പുറലോകം അറിയുന്നതും. ആറ്റിങ്ങലിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ യുവതി മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. പ്രതിയും അതേ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. അങ്ങനെ അവർ സൗഹൃദം വളർന്ന് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ആ യുവതിയുടെ കാര്യത്തിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലിയും കെട്ടി. തുടർന്ന് യുവതിയെ കൊണ്ട് പല സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് വൻ തുകകൾ ലോൺ എടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ വിവാഹത്തെ പറ്റിയുള്ള നാട്ടുകാരൊക്കെ അറിയുന്ന സാഹചര്യത്തിലാണ് ഈ പരാതി വരുന്നതും 4ാം ഭാര്യ പരാതി നൽകുന്നതും ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതും. അങ്ങനെയാണ് ഈ പ്രതി വിവാഹ തട്ടിപ്പ് നിരവധി യുവതികൾ ഇരയായിട്ടുണ്ടെന്നും ഒരു വിവാഹവും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയും പോലീസ് മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസ് പ്രതിയുടെ വീട് വളഞ്ഞ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തട്ടിപ്പിനിരയായ യുവതികൾ പോലീസ് സ്റ്റേഷനിലെത്തി ഈ വിഷയങ്ങൾ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. 20 പവനും സ്വർണ്ണാഭരണങ്ങളും 8 ലക്ഷം രൂപയും പ്രതി കബളിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി വന്നിട്ടുള്ള പരാതികളിൽ വ്യക്തമാകുന്നത്. എന്തായാലും വർക്കല പോലീസ് പറയുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതോടൊപ്പം ഇയാളുടെ ഫോണിൽ നിന്ന് നിരവധി യുവതികളുടെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിശ്വാസവഞ്ചന, ബലാത്സംഗം, ഗാർഹിക പീഡനം തുടങ്ങിയിട്ടുള്ള നിരവധി വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിഷ്ണു. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.